നമസ്കാരം, ഇന്ത്യ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പാലക്കാട്ടെ ശക്തമായ രാഷ്ട്രീയ പോരാട്ടം കൊണ്ടുവരാൻ LDF-നായി എന്ന് MP രാജേഷ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് SDPI വോട്ട് പാടെ നിഷേധിക്കാതെ K സുധാകരൻ. നിർധന ക്രിക്കറ്റ് പ്രതിഭകൾക്കായി ജില്ലാതല മത്സരവേദി ഒരുക്കി സൺ സ്മാർട്ട് ടിവിയും ഇന്ത്യൻ പീപ്പിൾ ടിവിയും. ശബരിമല വെർച്വൽ ക്യൂ വരാത്തവർ ബുക്കിംഗ് റദ്ദാക്കണമെന്ന് ഹൈക്കോടതി. ഞാൻ റീത്ത, വാർത്തകൾ വിശദമായി. പാലക്കാട്ട് ശക്തമായ രാഷ്ട്രീയ പോരാട്ടം കൊണ്ടുവരാൻ LDF-നായി എന്ന് MP രാജേഷ്. UDF-ന്റെ ഉറച്ച മണ്ഡലത്തിൽ ശക്തമായ രാഷ്ട്രീയ പോരാട്ടം ഉയർത്തിക്കൊണ്ടുവരാനാണ് LDF ശ്രമിച്ചതെന്നും അതിൽ വിജയം കണ്ടുവെന്നും മന്ത്രി MP രാജേഷ്. UDF സ്ഥാനാർത്ഥി ചർച്ച നടത്തുന്നു, ഫോട്ടോ എടുക്കുന്നു എന്ന് കണ്ടപ്പോൾ UDF സ്ഥാനാർത്ഥി കൈകൊണ്ട് മുഖം പാതി മറച്ചിരിക്കുന്ന ഒരു ഫോട്ടോയാണ്. കാരണം ഫോട്ടോ എടുക്കുമ്പോൾ UDF സ്ഥാനാർത്ഥിക്ക് അപകടം മനസ്സിലായി. ഇവർ ഫോട്ടോ എടുത്തു, രേഖയുണ്ടാക്കി വെക്കുകയാണ്, തെളിവുണ്ടാക്കി വെക്കുകയാണ് എന്ന്. അതാര് പുറത്തുവിട്ടു? ജമാഅത്തെ ഇസ്ലാമി തന്നെ ഇന്നലെ പുറത്തുവിട്ടു. അപ്പൊ രണ്ടാമത്തെ അവകാശവാദം, ഇഞ്ചോടിഞ്ച് പൊരുതി നിൽക്കുവാനും നല്ല രാഷ്ട്രീയ പോരാട്ടമാക്കി തിരഞ്ഞെടുപ്പിനെ മാറ്റാനും കഴിഞ്ഞതായി രാജേഷ് അഭിപ്രായപ്പെട്ടു. തല്ലിയവനോടല്ല വടിയോടാണ് പരാതി എന്ന പഴഞ്ചൊല്ലിനെ അന്വർത്ഥമാക്കും വിധമാണ് സന്ദീപ് വാര്യരുടെ വിദ്വേഷ പരാമർശങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഇടതുമുന്നണി നൽകിയ പത്രപരസ്യത്തെ ചിലർ വ്യാഖ്യാനിച്ചത്. പരിഷ്കൃത സമൂഹത്തിൽ ഒരാൾക്കും അംഗീകരിക്കാൻ കഴിയാത്ത വിദ്വേഷ പരാമർശങ്ങൾ നടത്തിയ ഇയാളെ കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നു. നിങ്ങളത് തള്ളിക്കളയണം എന്ന് പറയാനാണ് ഞങ്ങൾ പരസ്യം വഴി ശ്രമിച്ചത്. നാളത്തെ കേരളത്തെ കുരുതിക്കളമാക്കാൻ പോരും വിധം ന്യൂനപക്ഷ ഏകീകരണത്തിനും വർഗീയ ധ്രുവീകരണത്തിനും വഴിമരുന്നിടാനാണ് ജമാഅത്തെ ഇസ്ലാമിയുടെയും SDPI-യുടെയും വോട്ട് സമാഹരിക്കാൻ UDF ഉണ്ടാക്കിയ ധാരണ സഹായിക്കുക എന്നും രാജേഷ് പറഞ്ഞു. ഒറ്റപ്പാലത്തെ പരേതനായ KP രാമകൃഷ്ണൻ അനുസ്മരണവും അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പ്രകാശനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി MP രാജേഷ്. R. ഉണ്ണിത്താൻ ആത്മകഥ ആദ്യ പ്രതി രാജേഷിനിൽ നിന്ന് ഏറ്റുവാങ്ങി. അഡ്വക്കേറ്റ് K. പ്രേംകുമാർ MLA അധ്യക്ഷനായി. ഡോക്ടർ MA നാസർ, സന്തോഷ് M, രാമകൃഷ്ണൻ, മോഹനൻ, സുകുമാരൻ എന്നിവർ സംസാരിച്ചു. K. ഗംഗാധരൻ സ്വാഗതവും കൃഷ്ണകുമാർ നന്ദിയും പറഞ്ഞു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് SDPI വോട്ട് പാടെ നിഷേധിക്കാതെ K സുധാകരൻ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ SDPI വോട്ട് പാടെ നിഷേധിക്കാതെ K സുധാകരൻ. SDPI അവർക്ക് താല്പര്യമുള്ള സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തിരിക്കാമെന്ന് KPCC പ്രസിഡന്റ് അഭിപ്രായപ്പെട്ടു. അഭിപ്രായ വ്യത്യാസമുള്ള എതിരാളികളിൽ താരതമ്യേന എതിർപ്പ് കുറഞ്ഞവർക്ക് സ്വാഭാവികമായി അവർ വോട്ട് ചെയ്തിട്ടുണ്ടാവാമെന്നും അതുവഴി അവർ ആഗ്രഹിച്ച വിജയം വന്നിട്ടുണ്ടാവാമെന്നും KPCC പ്രസിഡന്റ് പറഞ്ഞു. ഔദ്യോഗികമായി കോൺഗ്രസ് പിന്തുണ ആവശ്യപ്പെട്ടിട്ടില്ല, ആരും ഇങ്ങോട്ട് വന്നിട്ടുമില്ല. അതുകൊണ്ട് തന്നെ SDPI-യുടെ പിന്തുണയോടെയാണ് പാലക്കാട്ടെ UDF വിജയം എന്ന് പറയുന്നത് ശരിയല്ലെന്ന് അദ്ദേഹം പറഞ്ഞു. നിർധന ക്രിക്കറ്റ് പ്രതിഭകൾക്കായി ജില്ലാതല മത്സരവേദി ഒരുക്കി സൺ സ്മാർട്ട് ടിവിയും ഇന്ത്യൻ പീപ്പിൾ ടിവിയും. ക്രിക്കറ്റ് കളിയിൽ തൽപരരും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരുമായ ചെറിയ കുട്ടികളുടെ കഴിവുകൾ പുറം ലോകം അറിയിക്കുവാൻ ജില്ലാതല ക്രിക്കറ്റ് മത്സരത്തിന് വേദിയൊരുക്കുന്നു. സൺ സ്മാർട്ട് ടിവിയും ഇന്ത്യൻ പീപ്പിൾ ടിവിയും സംയുക്തമായാണ് ഈ ഉദ്യമത്തിന് മുൻകൈയെടുക്കുന്നത്. വിജയികൾക്ക് കോയമ്പത്തൂർ പോലീസ് കമ്മീഷണർ ശ്രീ ബാലകൃഷ്ണൻ സമ്മാനങ്ങൾ വിതരണം ചെയ്യും. ഈ സദ്യോദ്യമവുമായി സഹകരിക്കാൻ എല്ലാ നല്ല മനസ്സുകളും മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ശബരിമല വെർച്വൽ ക്യൂ വരാത്തവർ ബുക്കിംഗ് റദ്ദാക്കണമെന്ന് ഹൈക്കോടതി. വെർച്വൽ ക്യൂ വരാത്തവർ ബുക്കിംഗ് റദ്ദാക്കണമെന്ന് ഹൈക്കോടതി. ശബരിമല വെർച്വൽ ക്യൂവിൽ ബുക്ക് ചെയ്ത ശേഷം ദർശനത്തിന് വരാത്തവർ ബുക്കിംഗ് റദ്ദ് ചെയ്യണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്യുന്ന ഭക്തരിൽ 25% വരെ എത്താറില്ലെന്ന് ദേവസ്വം ബോർഡ് അറിയിച്ചു. മണ്ഡലകാല തീർത്ഥാടനം ഒരാഴ്ച പിന്നിടുമ്പോൾ തീർത്ഥാടകരുടെ എണ്ണത്തിൽ വൻ വർധനവാണ് അനുഭവപ്പെടുന്നത്. ഇന്നലെ 6 മണിവരെ ദർശനം നടത്തിയത് 69,000 തീർത്ഥാടകരാണ്. സ്പോട്ട് ബുക്കിംഗ് 10,000 വരെയായി. ആധാർ കാർഡ് ഇല്ലാത്തവരെ സന്നിധാനത്ത് തുടരാൻ പോലീസ് അനുവദിക്കില്ല. സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ടാൽ അറസ്റ്റ് ചെയ്യുവാനാണ് തീരുമാനം. തീർത്ഥാടകരുടെ തിരക്ക് വർദ്ധിച്ചു തുടങ്ങിയതോടെ കഴിഞ്ഞ വർഷത്തേക്കാൾ 5 കോടിയിലേറെ രൂപയുടെ അധിക വരുമാനവും ഉണ്ടായിട്ടുണ്ട്. ഇടവേള. ഹാപ്പി ബർത്ത്ഡേ അമ്മ. താങ്ക് യു മോളെ. സ്വർണ്ണ ആയിരിക്കും. അതെ, പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും. അമ്മ ഇതൊന്ന് തുറന്നു നോക്ക്. നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടു കൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട്. പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ. സ്വീറ്റ് അമ്മ. വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും. പ്രേംദീപ് ജുവൽസ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
ചെക്കന്റെയും പെണ്ണിന്റെയും പൊരുത്തം ചേർന്ന് വന്നാൽ തന്നെ കല്യാണം കഴിഞ്ഞ പോലെയാ. അതെങ്ങനെ ശരിയാകും? ഞങ്ങൾക്കും പൊരുത്തം നോക്കണ്ടേ? നിങ്ങൾക്കോ? അമ്മയ്ക്ക് പൊരുത്തമായ കാഞ്ചീപുരം പട്ട്, എനിക്ക് പൊരുത്തമായ ബനാറസി, ചേട്ടന് പൊരുത്തമായ കുർത്ത, ചേച്ചിക്ക് പൊരുത്തമായ ലെഹങ്ക, പിന്നെ മുത്തശ്ശനും മുത്തശ്ശിക്കും നമ്മുടെ പാരമ്പര്യത്തിന് പൊരുത്തമായ കസവ് സാരി, കസവുമുണ്ട്. കുട്ടികളുടെ ട്രെൻഡിന് പൊരുത്തമായ പുതുപുത്തൻ കളക്ഷൻ. ഇങ്ങനെ എല്ലാ പൊരുത്തങ്ങളും ചേരുന്നയിടം ശ്രീ ഗണപതി സിൽക്സ്. ഏവർക്കും പൊരുത്തമായ വസ്ത്രങ്ങൾക്ക് ശ്രീ ഗണപതി സിൽക്സ് ഓഗസ്റ്റ് 23 മുതൽ പാലക്കാടിലും. വാർത്തകൾ തുടരുന്നു. ദേശീയ അംഗീകാര നിറവോടെ കിഴക്കഞ്ചേരി കുടുംബാരോഗ്യ കേന്ദ്രം. കിഴക്കഞ്ചേരി ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് ദേശീയ ഗുണനിലവാര അംഗീകാരം ലഭിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. 92.41% സ്കോർ നേടിയാണ് NQAS നേടിയത്. ഇതോടെ സംസ്ഥാനത്തെ 190 ആശുപത്രികളാണ് ദേശീയ ഗുണനിലവാരത്തിലേക്ക് ഉയർന്നത്. സംസ്ഥാനത്താകെ 190 ആശുപത്രികൾ NQAS അംഗീകാരവും 82 ആശുപത്രികൾ പുന അംഗീകാരവും നേടിയെടുത്തു. 5 ജില്ലാ ആശുപത്രികൾ, 4 താലൂക്ക് ആശുപത്രികൾ, 11 സാമൂഹ്യ ആരോഗ്യ കേന്ദ്രങ്ങൾ, 41 അർബൻ പ്രൈമറി ഹെൽത്ത് സെന്റർ, 129 കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ എന്നിങ്ങനെയാണ് NQAS അംഗീകാരം നേടിയിട്ടുള്ളത്. 8 വിഭാഗങ്ങളിലായി 6500ഓളം ചെക്ക് പോയിന്റുകൾ വിലയിരുത്തിയാണ് ആശുപത്രികളെ ദേശീയ ഗുണനിലവാരത്തിലേക്ക് ഉയർത്തുന്നത്. NQAS അംഗീകാരത്തിന് 3 വർഷ കാലാവധിയാണുള്ളത്. 3 വർഷത്തിന് ശേഷം ദേശീയതല സംഘത്തിന്റെ പുനഃപരിശോധന ഉണ്ടാകും. കൂടാതെ വർഷാവർഷം സംസ്ഥാനതല പരിശോധനയും ഉണ്ടാകും. NQAS അംഗീകാരം ലഭിക്കുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് 2 ലക്ഷം രൂപ വീതവും മറ്റ് ആശുപത്രികൾക്ക് ഒരു കിടക്കയ്ക്ക് 10,000 രൂപ എന്ന നിലയിലും വാർഷിക ഇൻസെന്റീവ് ലഭിക്കും. ആശുപത്രി വികസനത്തിനായാണ് ഈ തുക വിനിയോഗിക്കുന്നത്. തോക്കുമായി മലമ്പുഴയിൽ യുവാക്കൾ പിടിയിൽ. പാലക്കാട് അകത്തേത്തറ ചെറങ്ങാട്ടുകാവ് മുനിക്കോടത്ത് കിരൺ 26, മലമ്പുഴ SP ലൈൻ ഇറിഗേഷൻ ക്വാർട്ടേഴ്സിൽ നന്ദു 26 എന്നിവരാണ് മലമ്പുഴ പോലീസിന്റെ പിടിയിലായത്. കടുക്കാംകുന്നം ഭാഗത്ത് ഇന്നലെ വൈകിട്ട് നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് ഇരുവരും പിടിയിലായത്. 7.65 mm തോക്ക് ഇവരിൽ നിന്നും കണ്ടെടുത്തു. 10 ദിവസം മുമ്പ് ബീഹാർ, ഒഡീഷ പ്രദേശങ്ങളിൽ പോയ സമയം ഒഡീഷ സ്വദേശിയിൽ നിന്നും വാങ്ങിയതാണ് തോക്കെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ ലഭ്യമായ വിവരം. നന്ദു 2020 മലമ്പുഴ സ്റ്റേഷൻ പരിധിയിലുണ്ടായ മാല പിടിച്ചുപറി കേസിലെ പ്രതിയാണ്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. SI അബ്ദുൽ കലാം, ASIമാരായ രമേശ്, പ്രകാശൻ, സിവിൽ പോലീസ് ഓഫീസർ എന്നിവരാണ് പ്രതികളെ പിടികൂടിയത്. തോക്ക് ശാസ്ത്രീയ പരിശോധന നടത്തി കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് മലമ്പുഴ പോലീസ് ഇൻസ്പെക്ടർ M സുജിത് അറിയിച്ചു. ഭരത് ബാലൻ കെ നായർ പ്രൊഫഷണൽ നാടകോത്സവത്തിന് തിരശീല ഉയർന്നു. 18ാമത് ഭരത് ബാലൻ കെ നായർ സ്മാരക സംസ്ഥാന പ്രൊഫഷണൽ നാടകോത്സവത്തിന് ഷൊർണൂരിൽ തിരശീല ഉയർന്നു. മികച്ച ചലച്ചിത്ര നടിക്കുള്ള 2024 സംസ്ഥാന പുരസ്കാരം നേടിയ ബീന R ചന്ദ്രൻ 10 ദിവസം നീളുന്ന നാടകോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. KVR ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ പ്രഥമ ബാൽസൻ നാടക പുരസ്കാരം നടി കുളപ്പുള്ളി ലീലയ്ക്ക് P മമ്മിക്കുട്ടി MLA സമ്മാനിച്ചു. ബാൽസൻ രചിച്ച പുസ്തകമായ 1000 അമാവാസിയും 1001 പൗർണമിയും ആദ്യ പ്രതി ബീന R ചന്ദ്രന് നൽകി പ്രഭാതം പ്രസിഡന്റ് MR മുരളി പ്രകാശനം നിർവഹിച്ചു. ഡോക്ടർ വാസു വൈദ്യരെ ആദരിച്ചു. നഗരസഭാ ചെയർമാൻ NK ജയപ്രകാശ് വിശിഷ്ടാതിഥിയായി. ആറ്റിങ്ങൽ നടനസഭ അവതരിപ്പിച്ച നാടകം റിപ്പോർട്ട് നമ്പർ 79 അരങ്ങേറി. കാറിൽ മയക്കുമരുന്ന് കടത്താൻ ശ്രമം, യുവാക്കൾ പിടിയിൽ. കാറിൽ മയക്കുമരുന്നുമായി 2 യുവാക്കൾ പിടിയിൽ. ചെർപ്പളശ്ശേരി സ്വദേശികളായ കച്ചേരിക്കുന്ന കുളങ്ങരക്കാട്ടിൽ അക്ബർ, ആര്യൻതൊടി ആഷിഖ് എന്നിവരെയാണ് ഡാൻസ് ഓഫ് സംഘവും പോലീസും ചേർന്ന് പിടികൂടിയത്. ഇവർ സഞ്ചരിച്ചിരുന്ന വാഗനർ കാർ കസ്റ്റഡിയിലെടുത്തു. പ്രതികളിൽ നിന്നും 24.40 ഗ്രാം മെത്തഫെറ്റമിൻ കണ്ടെടുത്തു. കൂടുതൽ പേർ ഉണ്ടാകുമെന്നാണ് സംശയിക്കുന്നതെന്ന് ചെർപ്പളശ്ശേരി പോലീസ് അറിയിച്ചു. ഇടവേള. ഹാപ്പി ബർത്ത്ഡേ അമ്മ. താങ്ക് യു മോളെ. ടെൻറ്റഡാങ്. സ്വർണ്ണ ആയിരിക്കും. അതെ, പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും. അമ്മ ഇതൊന്ന് തുറന്നു നോക്ക്. നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടു കൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട്. പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ. സ്വീറ്റ് അമ്മ. വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും. പ്രേംദീപ് ജുവൽസ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
വാർത്ത തുടരുന്നു. വനിതാ കമ്മീഷൻ അദാലത്ത് 12 പരാതികൾ തീർപ്പാക്കി. കേരള വനിതാ കമ്മീഷൻ സംഘടിപ്പിച്ച ജില്ലാതല അദാലത്തിൽ 12 പരാതികൾ തീർപ്പാക്കി. പാലക്കാട് ഗസ്റ്റ് ഹൌസ് ഹാളിൽ നടന്ന അദാലത്തിൽ വനിതാ കമ്മീഷൻ അംഗങ്ങൾ VR മഹിളാമണി, ഇന്ദിര രവീന്ദ്രൻ എന്നിവർ പരാതികൾ കേട്ടു. ആകെ 45 പരാതികളാണ് അദാലത്തിൽ പരിഗണിച്ചത്. ഒരു കേസിൽ ജാഗ്രതാ സമിതിക്ക് വിട്ടു. 33 കേസുകൾ അടുത്ത അദാലത്തിലേക്ക് മാറ്റിവെച്ചു. പുതിയതായി ഒരു പരാതി ലഭിച്ചു. അഡ്വക്കേറ്റ് ഷീബ, പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ ശാന്തകുമാരി, CPO നിറോഷ, കൌൺസിലർമാരായ ബിന്ധ്യ, സ്റ്റെഫി തുടങ്ങിയവരും അദാലത്തിൽ പങ്കെടുത്തു. ചന്ദനമരങ്ങൾ മുറിച്ചു കടത്താൻ ശ്രമം, 2 പേർ പിടിയിൽ. ചന്ദനമരങ്ങൾ മുറിച്ചു കടത്താൻ ശ്രമിച്ച കേസിൽ 2 പേർ അറസ്റ്റിലായി. തിരുവണ്ണാമലൈ സ്വദേശി അണ്ണാമലൈ, അരുൾ എന്നിവരാണ് പിടിയിലായത്. കേസിൽ നേരത്തെ ഒരാൾ അറസ്റ്റിലായിരുന്നു. ഇലത്തോട് സെക്ഷൻ പരിധിയിൽപ്പെട്ട കുച്ചിമുടി വനമേഖലയിൽ ജനുവരി 7-ന് പരിശോധന നടത്തുന്നതിനിടെയാണ് 4 ചന്ദനമരങ്ങൾ മുറിച്ചതായി കണ്ടെത്തുന്നത്. രാത്രി പരിശോധന നടത്തുന്നതിനിടെ കുറച്ചുപേർ ചന്ദനം കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് കണ്ടെത്തിയെങ്കിലും പിന്തുടർന്ന് പിടികൂടാൻ ശ്രമിച്ചപ്പോൾ തടികൾ ഉപേക്ഷിച്ച് കടന്നുകളഞ്ഞു. കേസിൽ അറസ്റ്റിലായ 1-ാം പ്രതി കുമാർ റിമാൻഡിലാണ്. കുമാറിന്റെ മൊഴി പ്രകാരമാണ് അണ്ണാമലയെയും അരുളും പിടിയിലായത്. കേസിൽ 4-ാം പ്രതിയായ തിരുപ്പത്തൂർ സ്വദേശി തിരുപ്പതിയെ ഇനി പിടികൂടാനുണ്ട്. ജനതാദൾ സെക്യുലർ മണ്ഡലം കൺവെൻഷൻ ചേർന്നു. ജനതാദൾ സെക്യുലർ ഒറ്റപ്പാലം നിയോജക മണ്ഡലം കൺവെൻഷൻ വ്യാപാര ഭവൻ ഹാളിൽ ചേർന്നു. പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് V മുരുകദാസ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. കാലഘട്ടത്ത് അടിയന്തരാവസ്ഥയ്ക്കെതിരായ ശ്രീമതി ഗാന്ധിക്കെതിരെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭത്തിന് ജയപ്രകാശ് നാരായണൻ നേതൃത്വം കൊടുത്തു. അങ്ങനെ നേതൃത്വം കൊടുത്തുകൊണ്ട് അവർ ചെയ്തിട്ടുള്ള അഴിമതി ഒന്നൊന്നായി ജനങ്ങളുടെ മുമ്പിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നു. ആ ഉയർത്തിക്കൊണ്ടുവന്ന പ്രക്ഷോഭം ഇവിടെ രാജ്യത്തിന്റെ എങ്ങനെയാണോ മഹാത്മാഗാന്ധി സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ആഹ്വാനം ചെയ്തപ്പോ ഗ്രാമാന്തരങ്ങളിൽ നിന്ന് ആളുകൾ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് സ്വാതന്ത്ര്യത്തിന് വേണ്ടി വീടും ജീവിതവും ഉപേക്ഷിച്ചുകൊണ്ട് തയ്യാറായി സ്വാതന്ത്ര്യം. യുവജനതാദൾ സംസ്ഥാന പ്രസിഡന്റ് T മഹേഷ് കുമാർ, ജനതാദൾ S ജില്ലാ സെക്രട്ടറി ബാലൻ പട്ടിശ്ശേരി, ജില്ലാ കമ്മിറ്റി അംഗം V സന്തോഷ് ചന്ദ്രൻ, CA വിനോദ് കുമാർ, CV രമേശ്, VP രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. അയൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് ബ്ലോക്ക് സമ്മേളനം നടന്നു. അയൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് ഒറ്റപ്പാലം ബ്ലോക്ക് സമ്മേളനം അമ്പലപ്പാറ ALP സ്കൂളിൽ ചേർന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P വിജയലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. സ്വരൂപ് അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് അംഗം ഗീതാകുമാരി, ജില്ലാ സെക്രട്ടറി രവീന്ദ്രൻ, ട്രഷറർ പ്രസാദ്, സംസ്ഥാന സമിതി അംഗം സുധീർ എന്നിവർ സംസാരിച്ചു. അമ്പലപ്പാറ അസിസ്റ്റന്റ് എഞ്ചിനീയർ ലോഹിതാക്ഷൻ ക്ലാസ് എടുത്തു. സുരേഷ് ബാബു സ്വാഗതം പറഞ്ഞു. ഇടവേള. പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലേ? എന്തിനാ ഒരു കമ്മലാക്കുന്നേ? ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയേക്കാം. ഇഷ്ടം പോലെ വാങ്ങിച്ചോ. ആഭരണ ഫാക്ടറിയോ? എവിടെ? ഇവിടെ പാലക്കാട് തന്നെ. വേഗം റെഡി ആയിക്കോ. പോവാം. ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട്. ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ. എന്താ തിളക്കല്ലേ? പാലക്കാടിന്റെ കാര്യം പറഞ്ഞ പാലക്കാമലയുടെ കാര്യമല്ല. പാലക്കാമല മതി. എന്താ സ്റ്റൈല്? അമ്മേ, ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ പോവാ. അതമ്മേ, നമ്മുടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്ന് സുൽത്താൻപേട്ടിലേക്ക് പോകുമ്പോ ഒരു 50 മീറ്റർ കഴിയുമ്പോ റൈറ്റ് സൈഡിൽ കാണാം. എന്താ സ്റ്റൈല്? കൊള്ളാലേ? ആന്റിക് ചെട്ടിനാട് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ്. ഏതാ വേണ്ടത്? എല്ലാം. ആഭരണ ഫാക്ടറി സൂപ്പർ അല്ലേ? ട്രിനിറ്റി സൂപ്പർ. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. ട്രിനിറ്റി ഗോൾഡ്, നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ്, പാലക്കാട്. വാർത്ത തുടരുന്നു. സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഒറ്റപ്പാലം നഗരസഭ 26-ാം വാർഡ് സംഘടിപ്പിച്ച സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് നടന്നു. വേട്ടക്കരൻ ക്ഷേത്രം ഹാളിൽ നടന്ന ക്യാമ്പിൽ ചെർപ്പുളശ്ശേരി സെയിൻസ് കണ്ണാശുപത്രിയിൽ നിന്നുള്ള ഡോക്ടർമാർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയായിരുന്നു ക്യാമ്പ്. നിരവധി പേർ ക്യാമ്പിൽ പങ്കെടുത്തു. മണ്ണാർക്കാട് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ലോഗോ ബ്രോഷർ പ്രകാശനവും പാസ് വിൽപ്പനയും. മണ്ണാർക്കാട് ജനുവരിയിൽ നടത്തുന്ന അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് ലോഗോ ബ്രോഷർ പ്രകാശനവും
സീസൺസ് പാസ് വിൽപ്പന ഉദ്ഘാടനവും നടന്നു. ലോഗോ നഗരസഭാ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ പ്രകാശനം നിർവഹിച്ചു. ബ്രോഷർ പ്രകാശനം കൌൺസിലർ കെ മൻസൂർ നിർവഹിച്ചു. പാസ് വിൽപ്പന ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബഷീർ തെക്കൻ നിർവഹിച്ചു. MFA പ്രസിഡന്റ് മുഹമ്മദ് ചെറൂട്ടി അധ്യക്ഷനായിരുന്നു. 2025 ജനുവരി 18 മുതൽ മുബാസ് ഗ്രൗണ്ടിലാണ് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് നടക്കുക. റെയിൽവേ ക്രോസ് അടയ്ക്കുന്നു. റെയിൽ ക്രോസ് നമ്പർ 156 നവംബർ 25 രാവിലെ 8 മണി മുതൽ നവംബർ 26 വൈകിട്ട് 6 മണി വരെ അടച്ചിടുന്നതിനാൽ വാഹനങ്ങൾ പുത്തൂർ, കടുക്കാംകുന്നം, മന്തക്കാട്, മലമ്പുഴ വഴി പോകേണ്ടതാണെന്ന് റെയിൽവേ അസിസ്റ്റന്റ് ഡിവിഷണൽ എഞ്ചിനീയർ അറിയിച്ചു. ഒറ്റപ്പാലത്തിന് സമീപം ട്രെയിൻ തട്ടി വീട്ടമ്മ മരിച്ചു. ഒറ്റപ്പാലത്തിന് സമീപം വീട്ടമ്മ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ പാലപ്പുറം മീറ്റ്ന കൃഷ്ണവിഹാറിൽ കൃഷ്ണകുമാറിന്റെ ഭാര്യ ശ്രീദേവിയാണ് മരണപ്പെട്ടത്. ഇന്ന് രാവിലെ 5:15 സംഭവം. ഒറ്റപ്പാലം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലക്കാട്ട് ശക്തമായ രാഷ്ട്രീയ പോരാട്ടം കൊണ്ടുവരാൻ LDF-നായി എന്ന് MP രാജേഷ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് SDPI വോട്ട് പാടെ നിഷേധിക്കാതെ കെ സുധാകരൻ. നിർധന ക്രിക്കറ്റ് പ്രതിഭകൾക്കായി ജില്ലാതല മത്സരവേദി ഒരുക്കി സൺ സ്മാർട്ട് ടിവിയും ഇന്ത്യൻ പീപ്പിൾ ടിവിയും. ശബരിമല വെർച്വൽ ക്യൂ വരാത്തവർ ബുക്കിംഗ് റദ്ദാക്കണമെന്ന് ഹൈക്കോടതി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.